ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതം മാനസിക രോഗമാണ്. അതെ, ഈ മാനസിക രോഗവും മനസ്സിൽ പേറി നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സമൂഹത്തിൽ മുഴുവനും ഒരു തരം ഇവരുടെ ഉള്ളിലുള്ള മാനസിക വിഭ്രാന്തി ഇവർ ഈ നാടുകളിൽ കൂടി എടുത്ത് പരത്തിയിടുവാണ്. ഇത്തരം മാനസിക രോഗികളെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. ചില ആളുകൾ നമുക്കറിയാം, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇവര് മതം കലർത്തിക്കൊണ്ടേയിരിക്കും. AP കാന്തപുരത്തെ പോലെയുള്ള ആളുകളൊക്കെ അതിന് ചെറിയ ഉദാഹരണം മാത്രമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിലും ഉടുക്കുന്ന വസ്ത്രത്തിലും ജോലി ചെയ്യുന്ന മേഖലകളിലും എന്നുവേണ്ട സകലമാന മേഖലകളിലും മതം കലർത്തും. കുറച്ചുകൂടി വിപുലീകരിച്ച ഡെവലപ്പായ വിദ്യാസമ്പന്നരായ സാങ്കേതിക വൈദഗ്ധ്യം നേടിയ രാജ്യങ്ങളിൽ മതം സ്വകാര്യതകളാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് മതം അവരുടെ ജീവിതത്തിന്റെ എല്ലാമാണെന്ന് മാത്രമല്ല, മാനസിക വിഭ്രാന്തി കൂടിയാണ്. എനിക്കെന്റെ മതം നല്ലതാണ്, മഹത്വമേറിയതാണ്, മറ്റവർക്ക് അവരുടെ മതവും അതെ. പക്ഷേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് ഈ മതത്തെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഇതുപോലെ പശ്ചിമ ബംഗാൾ വഴി എത്തുന്നു അവർ, അതൊരു കാര്യം. അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി, ആ അതിർത്തി വഴി കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇവരെ കൊണ്ടുവരുന്നത് ഒരു റാക്കറ്റാണ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഞാൻ 10,000 മുതൽ 20,000 രൂപ വരെ കൊടുത്താൽ പാസ്പോർട്ടും ആധാറും പാൻ കാർഡും വോട്ടർ ID എല്ലാം കിട്ടും. കേരളത്തിലാണെങ്കിൽ എല്ലാം കിട്ടും. പണം കൊടുത്ത് രാജ്യത്തെ തകർക്കാൻ തക്കവണ്ണമുള്ള ആളുകളെ വിലക്കെടുക്കുന്ന വിഡ്ഢികളുടെ നാടായി കേരളം മാറുവാണ്. അതെ, പണം കൊടുക്കുക, അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ നാട് മുടിക്കാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം, കുടുംബമായിട്ട് ഇവിടെ വന്നൊരു മിനി ഗൾഫ് പോലെ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ ഒടുവിൽ അവർ പീഡിപ്പിക്കുന്ന, സ്വന്തം ഭാര്യമാരെ കണ്ണും കയ്യും കാണിച്ച് വശത്താക്കി എടുത്ത് അടിച്ചുകൊണ്ടു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. ബംഗ്ലകൾ ഇവിടെ വന്നിട്ട് ഇവിടെ മലയാളികളായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വാർത്തകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനോടകം. ഇവരുടെ ഒരു ഇഷ്ടകേന്ദ്രമായിട്ട് മാറാനുള്ള കാരണം എന്തായിരിക്കും? പൊതുവെ ഇവിടെ വലിയ പരിശോധനകളൊന്നും ഇല്ല കേരളത്തില്. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള ഒരു കാലാവസ്ഥ, അന്തരീക്ഷം, അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശികളെ ഇവിടെ ആകർഷിക്കുന്നതും പിടിച്ചുയർത്തുന്നതും. ബംഗ്ലാദേശിൽ ഒരു ദിവസം പണിയെടുത്താൽ 150 രൂപ മുതൽ ഏറിയാൽ 350 രൂപ വരെയാണ് അത്ര കൂലി. ഇവിടെ 1000 മുതൽ 2500 രൂപ വരെയാണ് ഒരു ദിവസത്തെ കൂലി. പിന്നെ അവരെങ്ങനെ ഇവിടെ നിൽക്കാതിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും വളരെ ശക്തമായ ബംഗ്ലാദേശി സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പോ ഇതിപ്പോ ബംഗ്ലാദേശിൽ നിന്ന് ഏതെങ്കിലും പർട്ടിക്കുലർ ഏജൻസി ഒന്നിച്ച് പറഞ്ഞയക്കുന്നതാണോ, ഇവിടെ അത് നല്ല വിളഭൂമിയാണ്, ഇവരുടെ പ്രത്യയശാസ്ത്രം പരീക്ഷിക്കാനെന്ന് തോന്നിയിട്ടാണോ, ഇതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ജിഷയുടെ കൊലപാതകം അമീറുൽ ഇസ്ലാം ചെയ്ത രീതി, ആ രീതി കണ്ടാൽ അറിയാം എത്രത്തോളം കിരാതമായി, എത്രത്തോളം വേദനിപ്പിച്ചൊരു മനുഷ്യനെ കൊല്ലാനുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ് ഉള്ള ഒരു ജനതയാണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറയാതിരിക്കാൻ പറ്റും. കാരണം ഒരു സ്ത്രീയെ മറ്റേ അഷ്ഫാഖ് ആലം എന്ന് പറയുന്ന അവൻ അങ്കമാലിയിൽ വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. നമ്മൾ മറന്നിട്ടില്ല ചാന്ദിനി എന്ന 5 വയസ്സുകാരിയായ മോളുടെ മുഖം. എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ തോന്നുന്നത്? ഇവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ വല്ലാതെ വൈകൃതമാണ്. പൈശാചികം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. കാരണം പിശാചൊന്നും ഇവന്റെ ഒന്നും 7 അയലത്ത് പോലും എത്തില്ല ക്രൂരതയില്. ഇന്ന് പോട്ടെ, അത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്, അങ്ങേയറ്റം വേദനാജനകം. റേപ്പ് ചെയ്ത സ്ത്രീയെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കഴുത്ത് തിരിച്ചിട്ട് കൊന്നിട്ടും പോരാ, അവളുടെ ജനനേന്ദ്രിയത്തില് കുപ്പികൾ കുത്തിത്തിരികയും വയറ് കീറുകയൊക്കെ ചെയ്യുന്നതിനാണ്. അപ്പൊ ബംഗ്ലാദേശ് ഈ മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. വളരെ ക്രൂവലായിട്ടുള്ള മൈൻഡ് സെറ്റിൽ അവരുടെ ഉടമയാണ്. ഞാൻ അനന്തിയോട് ചോദിക്കുകയാണ്, ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പക്ഷെ ഞാൻ ചോദിക്കണം, ഒരു 9ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി അവന്റെ അച്ഛന്റെ കോഴിക്കടയിൽ നിന്നിട്ട് രാവിലെ ഒരു 10-20 കോഴിയെ കഴുത്ത് തിരിച്ചു കൊന്ന് അതിന്റെ തോലൊക്കെ കോഴിയൊക്കെ പറിച്ചു കളഞ്ഞ് അതിന്റെ വയറ്റിനകത്തോട് കുത്തി കയറി പുറത്തെടുത്ത് കളഞ്ഞ് ഡ്രസ് ചെയ്യുന്നതിന് പറയുന്നത്, ശരിക്കും ഡ്രസ് അഴിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ അവിടെ കൊന്നുകൂട്ടി അത് നിലവിളിക്കണം, അയ്യോ അയ്യോ എന്ന് കഴിയുന്ന കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാണ്ട്. കഴുത്ത് ഞെരിച്ചല്ല കേട്ടോ ഗുരുസാഗർ മൂർത്തി, ഓക്കെ, അതിനേക്കാൾ ക്രൂരമാണ്. കൈ വഴിയിലെ കുളിച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നു.
സഹപാഠിയായ ഒരുത്തോട് ദേഷ്യം വന്നിട്ട് അവന്റെ കഴുത്ത് ഞെരിക്കുമ്പോൾ കരഞ്ഞാൽ ഈ കുട്ടിക്ക് മനോവേദന ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇവരുടെ മൈൻഡ് സെറ്റ് ഈ രൂപത്തിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് വേദന ഉണ്ടാകുക? അപരന്റെ വേദനകളും വിഷമങ്ങളും കണ്ടാൽ ഇവർക്ക് എങ്ങനെയാണ് മൈൻഡ് വരിക? ഇതുപോലെ തന്നെയാണ്. ഇനിയിപ്പോ കോഴിയെ മാത്രമെന്നല്ല, കാളയെ ആയാലും ഇനിയിപ്പോ പോത്തിനെ ആയാലും ഒക്കെ ഇതേ രീതി തന്നെയാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. ഒരു സാധ്യതയുമില്ല. കാരണം ദിവസം രാവിലെ ഒരു ജീവി കഴുത്ത് പടഞ്ഞ് അയ്യോ അയ്യോ എന്ന് കരയുന്ന കേട്ടിട്ടും ഒരു പോസ്റ്ററിൽ ഒന്ന് അതിന് തൊഴിൽ പറിച്ച് കളയാൻ മനസ്സിലുള്ള ഒരു കൊച്ചു അവൻ അടുത്തിരിക്കുന്ന കുട്ടിയെ കൊല്ലാനും മടിക്കില്ല. അത് അവൻ കരഞ്ഞുകൊണ്ട് വേണം അപേക്ഷയോടെ നിർത്തുകയില്ല. ഈ തരത്തിലൊരു മൈൻഡ് സെറ്റ് ഗ്ലോബലി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്നതൊന്നും വിഷമം തോന്നരുത്. നേരത്തെ സലീം സാർ പറഞ്ഞ സത്യമാണ്. ഈ പറഞ്ഞ മലയാളികളുടെ മടി വളരെ വലിയ കാര്യമാണ്. ഒരു വാക്കി കൊള്ളില്ല നമ്മൾ ഡിഫറെന്റ് പറയുന്നത് വർഗമായിട്ട് മലയാളികൾ മാറിയിരിക്കും. ഇവിടുന്ന് ഗൾഫ് പോയാൽ കക്കൂസ് കഴിയാൻ റെഡിയാണ്. യൂറോപ്പിൽ പോയാൽ ആരുടെ ചെറുത്ത് ഉടയ്ക്കാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ അഭിമാനം, അഹന്ത ഇതൊക്കെ വളരെ പ്രൈവറ്റിൽ കൂടിയ ഒരു ജനതയാണ്. അത് വിട്ടേക്കാം. മറ്റൊരു വിഷയം ഇതിനുള്ളത് ക്രൈമുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ബംഗ്ലാദേശിയുടെ വരവിനെ നമ്മൾ പേടിക്കുന്നു? അവിടെ ക്രൈം ഇൻവോൾവ്മെന്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ജനസംഖ്യയിലേക്ക് തന്നെയുമല്ല, ബംഗ്ലാദേശിൽ ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജാമ്യമെടുക്കാതെ പോലീസ് ഇവർക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ 10-20,000 രൂപ ചെലവാക്കിയാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട്, തൊഴില്, കുടുംബമായിട്ട് പോകാം, പോലീസിനെ പേടിക്കണ്ട, കൈ നിറയെ പണം, സുഖലോലുപതയിലുള്ള ജീവിതം. എന്തിനാ മടിക്കുന്നത്? ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ജോലി ചെയ്താൽ 1000 രൂപ മുതൽ 2000, കോൺക്രീറ്റ് പണിക്ക് പോയാൽ 2500 രൂപ വരെ പെർ ഡേ ഇവരുടെ കയ്യിൽ വരുവാണ്. സുഖലോലുപതയിലുള്ള ജീവിതമല്ലേ? നാട്ടിലാണെങ്കിലോ ക്രിമിനൽ കുറ്റം ചെയ്തെന്നല്ല, ഇനി എന്ത് തന്നെയായിരുന്നാലും ഒരു പ്രശ്നവുമില്ല. അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. ഇത് വരുന്ന വളരെ ചെറിയൊരു ശതമാനം ജനങ്ങൾക്ക് ഒരു മൊത്തം ജനതയെ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെ? ക്രൈം റേറ്റ് അനുസരിച്ച്. അതായത് ഇപ്പോ ഒരു ഗൂണ്ടാ സംഘം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? മാക്സിമം പോയിട്ട് 500 പേര് കാണുമായിരിക്കും. അങ്ങനത്തെ ഗൂണ്ടാ സംഘം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 500 പേര് ആയുധധാരികളാകുമ്പോൾ, 500 പേർക്ക് ഒരേ ആശയം ഉണ്ടാകുമ്പോൾ, ഈ 500 പേരും ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്കുകൾ അയച്ചു വിടുമ്പോൾ മറ്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ചിതറി ഓടുകയാണ് ചെയ്യും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ബാംഗ്ലാദേശി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രൈമിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന മൈൻഡ് സെറ്റാണ്. കാരണം അവര് നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ അവരുടെ തലച്ചോറിലൂടെ അവരുടെ മതവും കൂടിയാണ് നമ്മുടെ നാട്ടിലേക്ക് സ്പ്രെഡ് ആകുന്നത്. പിന്നെ എങ്ങനെ ശരിയാകും? മൈൻഡ് സെറ്റിനെ ഒതുക്കാൻ ഒരു പക്ഷേ പോലീസ് സേനയ്ക്ക് ഒരു പറ്റിയെന്ന് വരില്ല. കാരണം പോലീസ് സേന ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡിംഗ് ലോ എക്സിക്യൂട്ടിംഗ് അല്ല. ഈ പറയുന്നത് പോലെ തന്നെ ഒരാള് മാരകായുധവുമായി പൊതുനിരത്തിലിറങ്ങിയാൽ 100,000 ആളുകളും ഒരുപക്ഷെ ചിതറി ഓടി എന്നെനിക്കും സംശയമില്ല. സേനയാണ്. അവരെ സംബന്ധിച്ച് അവരൊരു ക്രിമിനൽസ് അല്ല, അവർ നിയമപാലകർ മാത്രമാണ്. ക്രിമിനൽസ് എങ്ങനെ എന്താ ചെയ്യുന്നത്? ഈ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഞാനത് മുമ്പ് പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അതായത് ബാംഗ്ലാദേശികൾ ചെയ്യുന്ന രീതി, ഗ്യാസ് ഉള്ള വീടുകളിൽ മിക്ക വീടുകൾ അടുക്കള ജനൽ തുറന്നിട്ടിരിക്കും. അപ്പൊ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാടൻ തോക്ക് ഉപയോഗിച്ചു, അവിടെ കലാപം നടക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ അടപ്പിലോട്ടാണ് അവർ വെടിവെക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു ചെലവ് കുറഞ്ഞ, ഒട്ടും ചെലവില്ലാത്ത ഒരു വെടികൊണ്ട് കൊണ്ട് ഒരു വീട് മുഴുവൻ പൊട്ടിട്ട് അവനും ചാവും. ഈ പോകുന്നവൻ അവന് സ്വർഗം കിട്ടുന്നുള്ള മൂഢവിശ്വാസത്തെ ചെറുപ്പത്തിൽ അവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവൻ ചില നീയത്തുകൾ എടുത്തിട്ടുണ്ട്. അത് നിശ്ചയദാർഢ്യം എന്നാണ് മലയാളത്തിൽ പറയുക. കാരണം അവൻ ഇരുമ്പ് നിക്കറിട്ടിട്ടൊന്ന് ചിതറിത്തെറിച്ചാൽ ഇവനെ കാത്തിരിക്കുന്ന 72 ഹൂറികളുണ്ട് അവിടെ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കല്യാണ സാധനം കേടുകൂടാതിരുന്നാ പോരെ? ചിതറിത്തെറിക്കുമ്പോഴത്തേക്കിന് പഴച്ചോനറിയാം അവിടെ മാത്രം ഒന്നും സംഭവിപ്പിക്കരുതെന്ന്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവനീ വന്നു പോകുന്നത്. അപ്പോ ഈ കുടുംബത്തിലുള്ള ആളുകളുടെ മനോഭാവം, അവരുടെ സ്വപ്നം, അവര് മനുഷ്യരാണ് എന്ന പരിഗണന ഇതൊന്നും ഇവന്റെ മനസ്സിലേക്ക് വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് റിലീജിയനും ക്രൈമും ഒക്കെ ഒരുമിച്ച് ചേർത്ത് തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവര്. ഒരു സംശയവുമില്ല. അതെ, ഇവരുടെ മനസ്സില് മതം മാത്രമല്ല, ഇതുപോലെയുള്ള ക്രിമിനൽ വാസനകളും കൂടിയുണ്ട് ഇവരുടെ ഉള്ളില്. അപ്പോൾ ഇവരിനിപ്പോ ലോകത്തിന്റെ ഏത് നെറുകയിൽ പോയാലും, അമേരിക്കയിൽ പോയാലും, ചൈനയിൽ പോയാലും, ലണ്ടനിൽ പോയാലും, സ്വിറ്റ്സർലാൻഡിൽ പോയാലും, നോർവേയിൽ പോയാലും, സ്വീഡനിൽ പോയാലും ഒക്കെ ഇവരുടെ തലച്ചോറിൽ മതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതമാണ്. പിന്നെ എങ്ങനെയാണ് ഇവരിൽ നിന്നും നമ്മൾ മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നത്? ഇവരിൽ നിന്നും എങ്ങനെയാണ് മാനവികമായിട്ട് ഇവർ ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ടാണ് അഭയാർത്ഥികളായി ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കുടിയേറിയിട്ട്
അവർ ആ രാജ്യത്തൊക്കെ പലതും കാണിച്ചു കൂട്ടി ഒടുവിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും ചെവിക്ക് പിടിച്ച് ചവിട്ടി പുറത്തിറക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് യൂറോപ്യൻ കൺട്രികൾ മാറുന്നത് അത് അവസ്ഥയിലാണ്. കാരണം ഇവർ വിലയ്ക്ക് വാങ്ങുവാൻ ഇത്തരം പ്രയാസങ്ങളൊക്കെ സ്വന്തം രാജ്യത്തും മര്യാദയ്ക്ക് ജീവിക്കാതെ അവിടെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് അവർ നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറുമ്പോഴും അവർക്ക് ഈ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. വിദ്യാ ഗുരുസാഗർ മൂർത്തി പറഞ്ഞതുപോലെ. നന്ദി.